ഹലോ വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെടികൾ നല്ല രീതിയിൽ പൂക്കാൻ വേണ്ടിയിട്ടുള്ള 7 കാര്യങ്ങൾ, സീക്രട്ട് ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പിന്നെ ലിൻസീസ് ലിങ്കിൽ ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫ്ലവറിങ്ങിനുള്ള ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല സൺലൈറ്റാണ്. ചെടികൾ, പൂക്കുന്ന ചെടികൾ, എസ്പെഷ്യലി റോസ്, ബൊഗൈൻവില്ല പോലുള്ള ചെടികൾ നമ്മൾ വെക്കുമ്പോൾ ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഏരിയ നോക്കി വേണം നമ്മൾ ചെടി നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ബൊഗൈൻവില്ലയുടെ കാര്യം പറയുകയാണെങ്കിൽ സൂര്യപ്രകാശം മാത്രം മതി അതിന് പൂക്കാനെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മിക്ക കൂട്ടുകാരും പറയാറുണ്ട് റോസ് പൂക്കുന്നില്ല, അല്ലെങ്കിൽ ബൊഗൈൻവില്ല പൂക്കുന്നില്ല, അഡീനിയം പൂക്കുന്നില്ല, പിന്നെ ഡെൻഡ്രോബിയം പൂക്കാൻ. ഡെൻഡ്രോബിയം ഓർക്കിഡാണ്. ഇതിനൊക്കെയും തന്നെ നല്ല സൂര്യപ്രകാശമുള്ളിടത്ത് നിങ്ങളൊന്ന് വെച്ച് നോക്കൂ. നല്ല ഓട്ടോമാറ്റിക്കലി അത് പൂക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതുപോലെ തന്നെ ചെടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ മണ്ണ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ചട്ടിയിലൊക്കെ നടുമ്പോൾ മണ്ണിൻ്റെ പ്രിപ്പറേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നല്ല റിച്ച് സോയിൽ വേണം എപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പൂക്കാൻ വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഫോസ്ഫറസ് റിച്ച് ആയിട്ടുള്ള ഫെർട്ടിലൈസർ വേണം പൂക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പൂക്കുന്ന വളങ്ങളിൽ ഫോസ്ഫറസ് നമ്മൾ കൊടുക്കുമ്പോൾ ചെടികൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ചെടിയുടെ വേരിന് അതായത് ന്യൂട്രിയൻസിനെ കൂടുതൽ അബ്സോർബ് ചെയ്യാനുള്ളൊരു കഴിവ് വേരിന് കിട്ടും. അതുമാത്രമല്ല വേരിനൊരു ബലം വരും, വേരിന്, തണ്ടിന്, പിന്നെ നല്ല പച്ച നിറത്തിലുള്ള ഇലകൾ വരാൻ, പിന്നെ പൂക്കൾ വരാൻ ഒക്കെ ഒരുപാട് പൂക്കളും കായ്കളും വരാനും ഈ ഫോസ്ഫറസ് സഹായിക്കും. മണ്ണിൻ്റെ കാര്യം പറഞ്ഞല്ലോ, മണ്ണ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് പെർലൈറ്റ് ചേർത്ത് മിക്സ് ചെയ്യാം, ഇല്ലെങ്കിൽ കൊക്കോപിറ്റ് ചേർത്ത് മിക്സ് ചെയ്യാം. കൊക്കോപിറ്റും പെർലൈറ്റും ഒക്കെ ചേർക്കുമ്പോഴുള്ള പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മണ്ണിൽ എസ്പെഷ്യലി നമ്മുടെ ഈ പെർലൈറ്റ് ചേർക്കുമ്പോഴുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ മണ്ണിൽ എയർ പോക്കറ്റ്സ് വരും. അത് കാരണം അതിൻ്റെ വേര് നല്ലതുപോലെ ഓടാനും ചെടികൾക്ക് നല്ല പോലെ വേരിന് നല്ല ഓടാനും വായു സഞ്ചാരം കിട്ടാനും ഒക്കെ ഇത് സഹായിക്കും. അന്നേരം നിങ്ങൾക്ക് പെർലൈറ്റ് ചേർത്ത് ചെടികൾ നടുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നല്ല റിച്ച് ആയിട്ടുള്ള ഓർഗാനിക് തിങ്സ്, അതായത് കരിയിലയും അല്ലെങ്കിൽ ചാണകപ്പൊടി, എല്ലുപൊടി, ഇതൊക്കെ ചേർത്ത് വേണം നമ്മൾ മണ്ണ് കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുക. അതായത് നല്ല റിച്ച് ഒരുപാട് ന്യൂട്രിയൻസ് ചേർന്നത്, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, എല്ലുപൊടി, ഇതൊക്കെ ചേർന്നുള്ള ന്യൂട്രിയൻസ് ചേർന്ന മണ്ണാണ് നമ്മൾ ചെടികൾ നടാൻ വേണ്ടി എടുക്കുന്നതെങ്കിൽ അതൊരു 5-6 മാസത്തേക്ക് നമ്മൾ വേറെ ഫെർട്ടിലൈസേഴ്സ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഈ ഓർഗാനിക് മാറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ കരിയിലയൊക്കെ കൂട്ടിയിട്ട് കുറേ നാൾ കഴിയുമ്പോൾ അവിടുത്തെ മണ്ണ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ല കറുത്ത കളറിൽ നല്ല റിച്ച് മണ്ണായിരിക്കും കിട്ടുന്നത്. അത് നല്ലതാണ്, ചെടികൾക്ക് നല്ല ന്യൂട്രിയൻസ് നാച്ചുറലായിട്ട് കിട്ടുന്നതാണ്. അങ്ങനെയുള്ള മാനുവറി വേണം നമ്മളെപ്പോഴും ചെടികൾ നടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നടുകയാണെങ്കിൽ ചെടികൾ പെട്ടെന്ന് തന്നെ പൂക്കുകയും പുഷ്പിക്കുന്നതും ഒക്കെ കാണാൻ നമുക്ക് സാധിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡെഡ് ഹെഡിങ് എന്ന് പറയും. അത് നമ്മുടെ ചെടികൾ ഇതേപോലെ പൂത്ത് കഴിയുമ്പോൾ, വാടി വരുമ്പോഴേ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. സോഫ്റ്റ് പ്രൂണിങ്, ഹാർഡ് പ്രൂണിങ് എന്നൊക്കെ പറയും. സോഫ്റ്റ് പ്രൂണിങ് ആണ് നമ്മൾ ഇതേപോലെ പൂക്കൾ വന്നു കഴിയുമ്പോൾ കട്ട് ചെയ്ത് മാറ്റണം. അത് കറക്റ്റ് അതാത് സമയങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ പിന്നീട് നല്ലപോലെ ബ്രാഞ്ചസ് വന്ന് നിറയെ പൂക്കളുണ്ടാകാൻ, അതായത് കുറേ ബഡ്സും ഫ്ലവേഴ്സും ഒക്കെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുന്നത് മൂലം ചെടികളുടെ എനർജി, അതായത് ഇതുപോലുള്ള ഫ്ലവറിലേക്കും ബഡിലേക്കും പോയി അതിൻ്റെ എനർജി നഷ്ടപ്പെടാതെ നമ്മുടെ പ്ലാന്റിന് നല്ലൊരു ഗ്രോത്ത്, നല്ല ആരോഗ്യത്തോടെ വളരാൻ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അത് സഹായിക്കും. അതുപോലെ തന്നെ ഇതേപോലെ ഉണങ്ങിയ പൂക്കൾ അതിൽ നിൽക്കുകയാണെങ്കിൽ അത് ഈ ഉണങ്ങിയതിൽ നിന്ന് പുഴുക്കളും അങ്ങനെ ഓരോന്ന് വന്ന് ചെടി നശിച്ചു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതായത് ഇങ്ങനെ ഉണങ്ങിയൊക്കെ നിൽക്കുമ്പോൾ തന്നെ നാച്ചുറലായിട്ട് ഓരോ ഇൻസെക്റ്റ് വന്ന് അട്രാക്റ്റഡ് ആവും. അങ്ങനെ ചെടികൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ബാക്ടീരിയലായാലും ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഇങ്ങനെ വരും. അതുകൊണ്ട് സമയാസമയങ്ങളിൽ ഇങ്ങനെ പൂക്കൾ വന്ന് ബ്രാഞ്ചസുകൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണെങ്കിൽ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ ഇത് സഹായിക്കും.
ഇങ്ങനെ റോസ് പോലുള്ള ചെടികളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അവിടെ സ്വല്പം ഒരു മഞ്ഞൾപ്പൊടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ സാഫ് ഉണ്ടെങ്കിൽ സാഫ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആൻറ്റി ഫംഗൽ ഒരു പൗഡറാണ് സാഫ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. ചെടികൾ ഒട്ടും അതായത് നമ്മൾ ചിലപ്പോൾ ചിലർ പറയാറുണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴേക്ക് കറുത്ത് വരുമെന്ന്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സ്വല്പം മഞ്ഞൾപ്പൊടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ സാഫ് എന്ന് പറയുന്ന ആൻറ്റി ഫംഗൽ പൗഡറോ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. വളരെ നല്ലതായിട്ട് ഹെൽത്തി ആയിട്ട് വളരുകയും പിന്നീട് നിറയെ പൂക്കളായിട്ട് ചെടി വളർന്നു വരാനും ഇത് സഹായിക്കും. ബൊഗെയിൻവില്ലയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ ഒരു ഫെർട്ടിലൈസർ നിങ്ങൾ കൊടുത്തില്ല എങ്കിലും നല്ല സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കാൻ ശ്രമിക്കുക. പിന്നെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും സീക്രട്ട് ഫെർട്ടിലൈസേഴ്സ് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, മുട്ടത്തോടൊക്കെ ഇടുമ്പോൾ നല്ലതുപോലെ പൊടിച്ചിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പൊടിച്ച് കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ചെടികൾക്ക് അബ്സോർബ് ചെയ്യാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ കുറേ നാളെടുക്കും അത് ചെടികൾക്ക് അബ്സോർബ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂക്കുന്ന ചെടികൾക്ക് വേരിന് നല്ല തണുപ്പ് നമ്മളെപ്പോഴും കൊടുക്കണം. അതായത് എസ്പെഷ്യലി സമ്മർ സീസണിൽ അതിൻ്റെ ചെവിട് ഭാഗം, മൂടിൻ്റെ ഭാഗം എപ്പോഴും നല്ല തണുപ്പ് കൊടുക്കണം. ഇത് കണ്ടോ, നിറയെ മുട്ടുകളായിട്ടാണ് ഈ ചെമ്പരത്തിയുടെ ഓരോ ബ്രാഞ്ചസിലും നിറയെ മുട്ടുകളായിട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ചൂടിൽ നിറയെ കരിയിലയൊക്കെ ഇട്ട് മൂടി വെച്ചിരിക്കുകയാണ്. കാരണം വെയിലടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മണ്ണ് ഡ്രൈ ആവുകയും അതിൻ്റെ വേരൊക്കെ ഉണങ്ങിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള കരിയിലയും ഒക്കെ ഇട്ട് അതിൻ്റെ ചെവിട് മൾച്ചിങ് എന്ന് പറയും, കച്ചിയാണെങ്കിലും മതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് നല്ലപോലെ മൾച്ചിങ് ചെയ്യുക എന്ന് പറയുന്നത്. നല്ലപോലെ വേരിലേക്ക് വെയിലടിക്കാതെ നമ്മൾ ഇതേപോലെ ഒന്ന് മൂടി വെക്കുകയാണ്. കണ്ടോ, അതിന് ഈർപ്പം നല്ലതുപോലെ നിലനിൽക്കും, പെട്ടെന്ന് ഡ്രൈ ആയി പോകത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കരിയില ഇട്ട് വെക്കുന്നത്. ഒത്തിരി നല്ലതാണ് കേട്ടോ. ഇങ്ങനെ ഇട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ വെള്ളം ഒട്ടും ഡ്രൈ ആയി പോകാതെ ചെടിക്ക് എപ്പോഴും ഒരു തണുപ്പ് കിട്ടാൻ ഇത് സഹായിക്കും. ഇതുപോലുള്ള ചട്ടിയിലുള്ള ചെടികൾക്ക് മാത്രമല്ല കേട്ടോ, ഇതേപോലെ വലിയ മരങ്ങൾക്ക്, നമ്മുടെ ഇതൊക്കെ കായ്ക്കുന്ന മരങ്ങളാണ്, ആത്തച്ചക്കയുടെ മരമാണിത്. ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ അതിൻ്റെ അവിടെയൊക്കെ വീഴുന്ന കരിയിലകളൊക്കെയും ഇവിടെ തൂത്ത് അതിൻ്റെ മൂട്ടിലേക്ക് ഇങ്ങനെ കൂട്ടിയിടും. അങ്ങനെ ഇടുന്നത് കാരണം എത്ര കഠിനമായ വെയിലാണെങ്കിലും ചെടികൾക്കൊരു അല്ലെങ്കിൽ മരങ്ങൾക്കൊരു തണുപ്പ് കിട്ടുകയും നല്ലപോലെ അത് വളർന്നു വരാനത് സഹായിക്കും. ഇതൊരു തണുപ്പ് മാത്രമല്ല, നല്ല കുറേ നാൾ കഴിയുമ്പോൾ ഇത് പൊടിഞ്ഞ് നല്ല വളമായിട്ട് അതിൻ്റെ ചുവട്ടിൽ കിട്ടും. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇത് തെങ്ങിനും അതുപോലെ മറ്റ് വിളകൾക്കൊക്കെയും നിങ്ങൾക്ക് ഇതേപോലെ അതിൻ്റെ കരിയിലകൾ അതിൻ്റെ ചുവട്ടിലേക്ക് ഇതേപോലെ മൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല തണുപ്പ് അതിന് കിട്ടുകയും നല്ല കായ്ഫലം കിട്ടാൻ ഇത് നല്ലൊരു സീക്രട്ട് ടിപ്പാണ് കേട്ടോ. പിന്നെ വെള്ളം ഒഴിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ സമ്മർ സീസണിൽ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രമേ ചെടികൾ നല്ല പച്ചപ്പോടെ നിൽക്കത്തുള്ളൂ. അത് ഏത് ചെടിയാണെങ്കിലും നമ്മൾ വെള്ളം ഒഴിക്കുന്ന കാര്യത്തിൽ എന്നും വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കുക. അതായത് കഠിനമായ ചൂടിൽ അതാ വെള്ളം കെട്ടി നിൽക്കാനും അനുവദിക്കരുത്. അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൂക്കാനുള്ള ഫെർട്ടിലൈസറാണ്. കുറേ കൂട്ടുകാർ എന്നോട് ചോദിക്കും, പൂക്കാൻ എന്ത് ഫെർട്ടിലൈസറാണ്, എന്ത് സീക്രട്ട് വളമാണ് കൊടുക്കേണ്ടതെന്ന്. ഫെർട്ടിലൈസർ നിങ്ങൾക്ക് ഒന്നുകിൽ പൊടിച്ച് ഇട്ട് കൊടുക്കാം, അതല്ല എങ്കിൽ നമുക്ക് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പൂക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും കൊടുക്കുമ്പോൾ നൈട്രജനെക്കാട്ടിലും കൂടുതൽ ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഫോസ്ഫറസ് ചേർന്ന വളം കൊടുക്കുമ്പോൾ ചെടി പെട്ടെന്ന് പൂക്കും. അതിനൊരു എക്സാമ്പിളാണ് DAP എന്ന് പറയുന്നത്. ഈ ഇതേപോലെ ചെറിയ ഇങ്ങനെ ചരൽ പോലെ ഇങ്ങനെ ചെറിയ ബോൾസ് പോലെ കിടക്കുക, അതാണ് DAP, ഡൈ അമിനോ ഫോസ്ഫേറ്റ് എന്ന് പറയും. അതുപോലുള്ള വളങ്ങൾ കൊടുത്താലും ചെടികൾ പെട്ടെന്ന് തന്നെ പൂക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് നമ്മൾ ചുവട്ടിൽ ഇങ്ങനെ പൂക്കുന്ന ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ മതി. വളരെ നല്ലതാണ്. ഫോസ്ഫറസ് എന്ന് പറയുന്നൊരു കാര്യമാണ് നമ്മുടെ ചെടികൾക്ക് പൂക്കാൻ വേണ്ടി സഹായിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിലും ഓൺലൈനിലും ഒക്കെ ഇപ്പോൾ വാങ്ങാൻ കിട്ടും സൂപ്പർ ഫോസ്ഫേറ്റ്. ഇത് നമുക്ക് വെള്ളത്തിൽ കലക്കി അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടികൾ പെട്ടെന്ന് തന്നെ പൂക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള പൊട്ടാഷ്യവും ഫോസ്ഫറസ് റിച്ച് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെടികൾ പൂക്കാനും കായ്ക്കാനും അത് സഹായിക്കും. അതുപോലെ തന്നെ NPK കിട്ടും. NPKയും പൂക്കാൻ സഹായിക്കുന്ന ഒരു
ഫെർട്ടിലൈസറാണ്. ഇതൊക്കെ തന്നെ വളരെ നല്ല ഫെർട്ടിലൈസേഴ്സാണ്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്. ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ.